അല്ല, എസ്റ്റിമേറ്റ് കണക്കുകളാണ് ഞങ്ങളുടെ ഇതേവരെ കിട്ടാത്ത സർക്കാർ ചെലവ് കണക്ക് പുറത്തുവിട്ടു. എസ്റ്റിമേറ്റ് കണക്കുകളാണ് അല്ലല്ല, ഒരു കണക്കില്ല, കണക്കല്ല പുറത്തുവിട്ടത്. നിങ്ങൾക്ക് തെറ്റിയത്. എന്താണ് എസ്റ്റിമേറ്റ് കണക്കല്ല, എസ്റ്റിമേറ്റ് കണക്കൊന്നും കണക്കില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ തന്നെ അതിന്റെ തർക്കം. എന്താണ് അവിടെ തന്നെ അതിന്റെ തർക്കം? ദയവായി മനസ്സിലാക്കൂ. ഞാൻ പറയട്ടെ, കണക്കല്ലേ അതൊരു എസ്റ്റിമേറ്റ് ആണ്, ആക്ച്വൽസ് ആണ് എന്നത് എക്സ്പെൻഡിച്ചർ ആണ് എന്നതാണ് വന്ന പിഴവ്. പറയാം രണ്ടും രണ്ടാണ്. ഒന്നാമത്തെ കാര്യം പറയാം, ദയവായി കേൾക്കൂ. നിങ്ങൾ തെറ്റായി പറയുന്നത്, ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾ തെറ്റ് പറയുന്നു. എന്താ തെറ്റ് പറഞ്ഞു? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ബ്രേക്ക് ചെയ്തത് വയനാട്ടിൽ ദുരിതാശ്വാസത്തിന്റെ ചെലവിന്റെ കണക്കേ അല്ല. നിങ്ങൾ ബ്രേക്ക് ചെയ്തത് വയനാട് ദുരിതാശ്വാസ ചെലവേ കണക്കല്ല, കലക്ടറേറ്റിൽ ദുരിതാശ്വാസത്തിനുണ്ടായ ചെലവിന്റെ കണക്കല്ല. കേന്ദ്ര സർക്കാരിന് കൊടുത്ത മെമ്മോറാണ്ടത്തിലെ എസ്റ്റിമേറ്റിന്റെ കണക്കാണ്. നിങ്ങളുടെ എസ്റ്റിമേറ്റിന്റെ കണക്കല്ല. നോ, അവിടെ തെറ്റി. മെമ്മോറാണ്ടത്തിലെ എസ്റ്റിമേറ്റ് എന്നാൽ ചെലവിന്റെ കണക്കല്ല. അവിടെ നിങ്ങൾക്ക് തെറ്റിയത്. വയനാട്ടിൽ ചെലവഴിച്ച തുകയുടെ കണക്കല്ല എസ്റ്റിമേറ്റ്. മെമ്മോറാണ്ടത്തിലെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് അവിടെയാണ് ബഹുമാനപ്പെട്ട അരുൺകുമാർ മനസ്സിലാക്കേണ്ട കാര്യം. ഞാൻ കൃത്യമായിട്ട് ആധികാരികമായിട്ട് പറയുന്ന കാര്യം, വയനാട് ദുരന്തം ഉണ്ടായ ഉടനെ രാവിലെ പോയി അവിടെ ആരും എസ്റ്റിമേറ്റ് എടുത്തില്ല. വയനാട്ടിൽ പോയി ആരും എസ്റ്റിമേറ്റ് എടുത്തില്ല. വയനാട് കലക്ടറേറ്റിൽ ആരും എസ്റ്റിമേറ്റ് എടുത്തില്ല. എല്ലാം എസ്റ്റിമേറ്റും ഇല്ല. എസ്റ്റിമേറ്റ് കൊടുക്കുന്നത് മെമ്മോറാണ്ടം കൊടുക്കുന്നത് എന്നാണ് അല്ല, അങ്ങനെ തന്നെ തുടങ്ങി വെച്ചാണല്ലോ. നമുക്ക് ചർച്ച ചെയ്യാം. എന്നായി മെമ്മോറാണ്ടം കൊടുക്കുന്നു മനസ്സിലാക്കുക. ഈ മെമ്മോറാണ്ടം സമർപ്പിക്കുന്നത് എന്നാണ്? മെമ്മോറാണ്ടം സമർപ്പിക്കുന്നത് ഓഗസ്റ്റ് 17-ാം തീയതി അല്ലേ? ഓഗസ്റ്റ് 17-ാം തീയതി മെമ്മോറാണ്ടത്തിന്റെ എസ്റ്റിമേറ്റിലല്ലേ കണക്കുകൾ പറയുന്നത്? അതിലെവിടെയാണ് തെറ്റ്? ദയവായി കേൾക്കൂ. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞതിലാണ് തെറ്റ്. അത് സർക്കാർ ചെലവിട്ടു എന്ന രീതിയിൽ ഒരു വ്യാഖ്യാനം ഉണ്ടായി എന്നതിലാണ് പിഴവ് സംഭവിച്ചതെന്ന് ഞങ്ങൾ പറഞ്ഞതാണ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ. എനിക്ക് ആ വിഷയത്തിൽ അധിക സമയം നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് മറ്റൊരു സമയം ആ വിഷയം ചർച്ച ചെയ്യാം. എനിക്ക് ശ്രീജിത്തിലേക്കൊന്ന് പോകണം. ശ്രീജിത്ത് ഞങ്ങളോടൊപ്പം പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ഉണ്ട്. അദ്ദേഹം ആ വാർത്ത പ്രേക്ഷകർക്കൊപ്പം പങ്കുവയ്ക്കും. അത് താങ്കൾ പറഞ്ഞ വാർത്തയല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ കളവിൽ നിൽക്കുകയാണ്. കളവിൽ നിന്നോളൂ. അവകാശമുണ്ട്. ഏത് കളവ് അനിൽകുമാർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളവ്? മെമ്മോറാണ്ടത്തിന്റെ മെമ്മോറാണ്ടത്തിന്റെ എസ്റ്റിമേറ്റ് അല്ലേ ഞാൻ സംഭവം പറയാം. അല്ലല്ല, സംഭവം പിന്നീട് പറഞ്ഞാൽ മതി. മെമ്മോറാണ്ടത്തിലെ എസ്റ്റിമേറ്റ് ഒരു വാചകം ഞാൻ പറയുന്നുള്ളൂ. മെമ്മോറാണ്ടത്തിലെ ഞാൻ പറയുന്നത് എന്താന്ന് കേൾക്കൂ. അല്ല, ഒറ്റ വാചകം പറഞ്ഞാൽ മതി. അല്ലല്ല, ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയട്ടെ സാർ, നിങ്ങൾ എന്താണ് പറയാൻ സമ്മതിക്കാത്തത്? 30-ാം തീയതി ദുരന്തം ഉണ്ടായ ഉടനെ ആരും എസ്റ്റിമേറ്റ് എടുത്തിട്ടില്ല. ഒരു എസ്റ്റിമേറ്റും ഇല്ലാതെയാണ് അവിടെ ചെലവെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ നടന്ന ചെലവിന്റെ ഒരു കണക്കും ഇതുവരെ എവിടെയും പുറത്തു വിട്ടിട്ടില്ല. വയനാട്ടിൽ നടക്കുന്ന ചെലവിന്റെ കണക്കല്ല സാർ. ചെലവിന്റെ കണക്ക് കളക്ടറേറ്റ്. ഞാൻ പറയാത്തത് എന്റെ വായിൽ തിരികുന്നത് ചോദിക്കാം. അല്ല, താങ്കൾ താങ്കൾ പറയൂ. സ്ട്രെയിറ്റ് ക്വസ്റ്റ്യനാ. മെമ്മോറാണ്ടത്തിലെ ചെലവിന്റെ എസ്റ്റിമേറ്റ് അല്ലേ? അല്ലല്ല. പിന്നെന്താ പറയൂ. ആ 75,000 രൂപ, ആ 75,000 രൂപ ഉത്തരം പറയാം. പറയൂ. ഞാൻ കൃത്യമായിട്ട് പറയാം. 50 കോടി രൂപ അവിടുത്തെ കാർഷിക നഷ്ടങ്ങൾക്ക് കണക്കാക്കി. 50 കോടി രൂപ ഗ്രൗണ്ടിൽ പോയി കാർഷിക നഷ്ടം കണക്കാക്കിയിട്ടില്ല. ഉദ്ദേശം എഴുതി വെച്ചതാ. ഒരു പാലത്തിന് 2 കോടി എഴുതി വെച്ചാൽ അവിടെ എസ്റ്റിമേറ്റ് എടുത്തിട്ടില്ല. ദയവായി മനസ്സിലാക്കൂ. ദയവായി ഒന്ന് പറയട്ടെ സാർ. 90 ദിവസം വരാവുന്ന ചെലവ് കണക്കാക്കി ഒരു ഉദ്ദേശം തുക എഴുതി കൊടുക്കാൻ കേന്ദ്രം പറഞ്ഞു. അതിന്റെ പേരെന്താ? 90 ദിവസം ചെലവഴിക്കാവുന്ന തുകകളെല്ലാം കൂടെ കൂട്ടി ഉദ്ദേശം എഴുതി കൊടുക്കാൻ കേന്ദ്രം പറഞ്ഞു. അതിന്റെ പേരെന്താ? ആ കണക്ക് ഉദ്ദേശം അവർ എഴുതി കൊടുക്കുന്ന ഒരു ഭാഗത്ത്. കളക്ടറേറ്റിൽ നടക്കുന്ന പ്രവർത്തനം വേറൊരു കാര്യം. ഇത് രണ്ടാണ്. നിങ്ങൾ ചെയ്ത ദ്രോഹം
നിങ്ങൾ ചെയ്ത ദ്രോഹം താങ്കൾക്കത് പറഞ്ഞുകൊണ്ടിരിക്കാം, അത് പ്രേക്ഷകർ കാണുന്നുണ്ട്. ഇത് മെമ്മോറാണ്ടത്തിൽ കൊടുത്തിരിക്കുന്നത് എസ്റ്റിമേറ്റ് ആണെന്നും ആ എസ്റ്റിമേറ്റിന്റെ കണക്കുകളാണ് അത് ആവർത്തിച്ചു പറഞ്ഞാലും അത് മെമ്മോറാണ്ടത്തിൽ താങ്കൾ മാധ്യമങ്ങൾക്ക് തെറ്റുപറ്റി എന്ന പൊതു നിലപാടിനെ തന്നെയാണ് താങ്കൾ വാദിച്ചു തോൽപ്പിച്ചുകൊണ്ടിരിക്കൂ. എനിക്ക് എന്റെ റിപ്പോർട്ടറിലേക്ക് പോകണം. Debate with Arun Kumar.